യഥാർത്ഥത്തിലും പെടുത്തിയതാണോ? പക്ഷേ മാരേജിന് ശേഷമാണ് അതെനിക്കൊരു അത്യാവശ്യമായി തോന്നിയത്. വെറുതെ പഠിക്കൂ നിങ്ങൾക്ക് സമയമുണ്ട് എന്ന് പറയുന്നതല്ല സപ്പോർട്ട്. PK സാറിൻ്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷമാണ് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്, നമ്മൾ പഠിക്കുന്നതൊന്നും ശരിയായ രീതിയിലല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്. മലയാളം, ഇംഗ്ലീഷ് തുടങ്ങി അങ്ങനെയുള്ള അതിനെല്ലാം ഞാൻ യൂസ് ചെയ്തത് ലളിതം പബ്ലിക്കേഷൻ്റെ ബുക്കാണ്. സാറ് ജോലിക്കും പോകുന്നതിനിടയിൽ സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി ഇത്ര എഫേർട്ട് എടുത്ത് പഠിപ്പിക്കുമ്പോൾ, അതായത് ലിസ്റ്റിൽ കയറുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല, നല്ല റാങ്കോടെ പാസ്സാവുക. കുട്ടികളെയൊന്നും ഒരു എക്സ്ക്യൂസായിട്ട് കണക്കാക്കാനൊന്നും കഴിയില്ല. കേരള PSC മത്സര പരീക്ഷകൾ വളരെയധികം കഠിനമാണെന്ന് വിശ്വസിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കിടയിൽ നിന്നും കേരള PSC മത്സര പരീക്ഷകളിൽ ഡബിൾ ഹാട്രിക് നേടിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിൽ 202-ാം റാങ്കോടെ വിജയക്കൊടി പറിച്ച കീർത്തി LS ആണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പം സുഖമായിട്ടിരിക്കുന്നു, ഫാമിലിയോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം തന്നെയാണോ സ്വദേശം? അതെ, തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. കാട്ടാക്കട എന്ന് പറയുന്ന ഒരു ഗ്രാമത്താണ് താമസിക്കുന്നത്. അപ്പം ഡിഗ്രി ഒക്കെ എന്താ കഴിഞ്ഞു? ഡിഗ്രി ഞാൻ BSc കെമിസ്ട്രി ആയിരുന്നു, കരമന NSS കോളേജിലാണ്. അത് കഴിഞ്ഞിട്ട് PG MSc കെമിസ്ട്രി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലായിരുന്നു കഴിഞ്ഞത്. അപ്പം ഈ MSc കഴിഞ്ഞ ഒരാൾ പൊതുവെ കാണുന്നൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ റിസർച്ച് അനലിസ്റ്റ് അല്ലെങ്കിൽ ഫോറൻസിക് സയൻറ്റിസ്റ്റ് ഇതുപോലുള്ള പോസ്റ്റുകളൊക്കെയാണ്. യഥാർത്ഥത്തിലും പെടുത്തിയതാണോ? എന്നാലും പെടുത്തിയതൊന്നുമല്ല. എനിക്ക് PSc ഇഷ്ടമായിരുന്നു, PSc പഠിക്കാൻ. കാരണം നമ്മുടെ സബ്ജക്റ്റിനെക്കാളും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അല്ലെ എളുപ്പം PSc ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോഴാണ്. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും, മറ്റേ സബ്ജക്റ്റ് വൈസ് നോക്കുമ്പോൾ കുറേ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കണം. പിന്നെ അതിൻ്റെ പോസിബിലിറ്റീസും കുറവാണ്. ഈ റിസർച്ച് അനലിസ്റ്റ് അതൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് എടുക്കാൻ മത്സര ബുദ്ധിയോടെ നോക്കുമ്പോൾ അത് പാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു പാഷന്റെ പുറത്താണ് യഥാർത്ഥത്തിൽ PSCയിലോട്ട് വന്നത്. അപ്പോൾ PSC പാഷനായ സ്ഥിതിക്ക് ഇപ്പം ഈ MSc കഴിയുമ്പോൾ മുതലാണോ പഠിച്ചു തുടങ്ങിയത് അതോ അതിന് മുമ്പേ ഞാൻ പഠിച്ചു തുടങ്ങിയായിരുന്നു? MSc പഠിക്കുമ്പോൾ തന്നെ ഈവനിങ് ക്ലാസ്സിനൊക്കെ ഞാൻ പോകുമായിരുന്നു PSC ക്ലാസ്സിന്. പക്ഷെ അപ്പോഴും ഒരു കണ്ടിന്യൂറ്റി എനിക്കില്ലായിരുന്നു. കാരണം എക്സാം എടുക്കുമ്പോൾ MSc എക്സാം ആകുമ്പോഴേക്കും ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ഈ എക്സാം ആകുമ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ രണ്ടും ഒരു പകുതി വഴിക്കായി പോകും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത് PG ഫുൾ കഴിഞ്ഞതിന് ശേഷമാണ് ഫുള്ളായിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ PKയുടെ ഭാഗമാകുന്നത് ഏത് വർഷം? MSCയുടെ സമയം മുതലേ പരിചയമുണ്ടോ അതോ അതിന് ശേഷമാണോ? ഇല്ല, ആ സമയത്തൊന്നും PKയെ കുറിച്ച് അറിയില്ലായിരുന്നു. PK ലേണിങ്സിനെ കുറിച്ച് ഞാൻ ടെലിഗ്രാം പ്ലാറ്റ്ഫോമിൽ കയറി കൊറോണ സമയത്ത്. അതിനുശേഷം ഒരു LDC എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ നമ്മൾ വേറെ പഠിച്ചിട്ടുള്ള ഓരോ ചാനൽസിലും PK ലേണിംഗ് ആപ്പ് ഉണ്ട്. അല്ല, ആപ്പായിട്ടല്ല, അന്ന് ടെലിഗ്രാമിൽ ഒരു ഫ്രീ ക്ലാസ് ആണ് അന്ന് സാറ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുണ്ട്, നിങ്ങളെല്ലാവരും കയറിയാൽ നല്ലതായിരിക്കും. സാറ് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് എല്ലാം പറഞ്ഞു തരും. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള ഡിഗ്രി ലെവൽ എക്സാം, അതായത് PSC പാറ്റേൺ മാറിയ സാഹചര്യത്തിൽ സാറിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമുക്ക് എന്ന് കരുതി ഒരുപാട് പേര് കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ PK ലേണിംഗ് ചാനലിലേക്ക് ഞാൻ പോയത്. അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, PSC ഒരു പാഷനായിട്ട് തന്നെ എടുത്തതാണ്, PSCയിലോട്ട് പാഷനായിട്ട് തന്നെ വന്നതാണ്. യഥാർത്ഥത്തിൽ എത്ര ലിസ്റ്റിലുണ്ടായിരുന്നു? നിങ്ങൾ പ്രേക്ഷകർക്ക് കൊണ്ടൊന്ന് പറയാമോ? ഞാൻ ഏകദേശം ഒരു 6ഓളം ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു LDCയിൽ ഞാൻ ഉണ്ടായിരുന്നു 2017. കാരണം അപ്പോൾ പൂർണ്ണമായിട്ട് പഠിച്ചിട്ടൊന്നും അല്ല എഴുതിയത്, ജസ്റ്റ് ഒന്ന് നോക്കി പോയി എഴുതിയത്. അതിലെനിക്ക് ജോലി കിട്ടാത്തൊക്കെ വിധത്തിലുള്ള ഒരു റാങ്ക് അല്ലായിരുന്നു. അത് 500 സംതിങ് റാങ്കേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അത് കിട്ടിയില്ല. അതിനുശേഷം പിന്നെ കൊറോണയ്ക്ക് ശേഷം ആണ് ഞാൻ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയതും. അതിന് ശേഷമാണ് ലിസ്റ്റുകളിൽ ഓരോന്നായിട്ട് വരാൻ തുടങ്ങിയത്. അതിനുശേഷം പിന്നെ LDC PSC പാറ്റേൺ മാറിയ ശേഷമുള്ള ആ ഒരു സമയം തൊട്ടാണ് കൂടുതൽ എക്സാംസ് ഞാൻ ക്ലിയർ ചെയ്യാൻ തുടങ്ങിയത്. അതായത് LDC തൊട്ട് LDC, പിന്നെ അതിനുശേഷം വന്ന ഡിഗ്രി ലെവൽ എക്സാംസ് ആയ എക്സൈസ് ഇൻസ്പെക്ടർ, ഖാദി ബോർഡ്, പിന്നെ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം, പിന്നെ പോലീസ് പ്രിസണർ ഓഫീസർ. പക്ഷെ അതിലൊന്നും ഫോഴ്സ് ഉള്ളതിലൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒന്നും മെയിൻസിൽ ഞാൻ പോയിട്ടില്ല.
പിന്നെ ഈ സെക്രട്ടറി അസിസ്റ്റൻറ്റ് അതിൻ്റെയൊക്കെ മെയിൻസിനാണ് ഞാൻ പിന്നെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിച്ചത്. അപ്പം അതിനുശേഷം അങ്ങ് വിജയത്തിൻ്റെ തേരോട്ടായിരുന്നു. ശരിക്കും പി കെ സാറിനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ഇത്രയും ഒരു സക്സസ് ലൈഫിൽ സംഭവിക്കുന്നത്? അത് സാറിൻ്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷം തൊട്ടാണ് ഡിഗ്രി ലെവൽ എക്സാംസ് എല്ലാം കൂടുതൽ ക്രാക്ക് ചെയ്യാൻ തുടങ്ങിയത്. കാരണം ഡിഗ്രി ലെവൽ എക്സാംസ് മറ്റേ 10th ലെവൽ പോലെയല്ല, കുറച്ചും കൂടെ നമ്മൾ ഡീപ്പായിട്ട് ഓരോ സബ്ജക്റ്റും പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരു റാങ്ക് ഫയൽ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഒന്നും ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ ടോപ്പിക്കിനും സാറ് പറയും, ലക്ഷ്മി കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ലക്ഷ്മികാന്തിൻ്റെ ബുക്ക് പ്രിഫർ ചെയ്യാം, പിന്നെ നമുക്ക് മലയാളത്തിനും ഇംഗ്ലീഷിനും ഒക്കെ ലളിതം പബ്ലിക്കേഷൻ, അങ്ങനെ ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ടും റിവൈസ് ചെയ്തും പഠിച്ചാൽ മാത്രമേ അത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള സാറിൻ്റെ ഉപദേശവും സാറിൻ്റെ ക്ലാസ്സും എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. അപ്പം എല്ലാ വിദ്യാർത്ഥികളും ഈ പഠിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യമാണ് ചലഞ്ച്. അതായത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് പഠിക്കാനായിട്ട് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ വേറെ കുറേ പ്രോഗ്രാമുകളുണ്ട്, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തൊക്കെ ചാലഞ്ചുകൾ ശരിക്കും കീർത്തി ഫേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തെന്നുള്ള അത് വിദ്യാർത്ഥികൾക്ക് അറിയാനായിട്ടൊരു വളരെയധികം ആകാംക്ഷയുള്ള തേടുന്നൊരു സൊല്യൂഷൻ ആയിരിക്കും ഇത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മുടെ എന്തെങ്കിലും ജീവിതത്തിലെ ഓരോ ചാലഞ്ചസ് നേരിട്ടാൽ മാത്രമേ അത് നമുക്ക് കൂടുതൽ വാശി തരികയുള്ളൂ, നമുക്ക് എന്തെങ്കിലും നേടണം എന്നൊരു ചിന്ത നമുക്ക് തോന്നുകയുള്ളൂ. അതുകൊണ്ട് ചാലഞ്ചസിനെ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്, അത് നമുക്ക് മുന്നേറാനുള്ള ഒരു പോസിറ്റീവ് തോട്ടായിട്ട് വേണം കണക്കാക്കാൻ. അപ്പോൾ ചാലഞ്ചസ് എല്ലാവർക്കും ജീവിതത്തിലുണ്ട്, ആർക്കും എല്ലാം സൗഭാഗ്യവും തന്നിട്ട് പഠിക്കാനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം നമ്മുടെ ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തും നമ്മളെ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള ധൈര്യവും മനസ്സിൽ സ്വന്തമായി ധൈര്യം ഉണ്ടാക്കി വേണം നമ്മൾ പഠിക്കാനും പിന്നെ ഓരോ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. കാരണം ഞാനും മാരേജിന് ശേഷമാണ് കൂടുതലായിട്ടും പഠിക്കാനൊക്കെ തുടങ്ങിയത് PSCയിൽ. അതിനു മുമ്പും പഠിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ പഠിച്ചത് വെറും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ്. എന്ന് വെച്ചാൽ PSC പഠിക്കാൻ നല്ല രസമുണ്ട്, നല്ല ക്വസ്റ്റ്യൻസൊക്കെ ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ മാരേജിന് ശേഷമാണ് അതെനിക്കൊരു അത്യാവശ്യമായി തോന്നിയത്. നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാനായാലും നമുക്ക് ഫിനാൻഷ്യലി ഒരു സ്റ്റെബിലിറ്റി വേണമെങ്കിലും ഒക്കെ ഒരു ആവശ്യമായി തോന്നിയത് മാരേജിന് ശേഷമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന് ശേഷം ഞാൻ കൂടുതലായിട്ട് പഠിച്ചത്. അപ്പം നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്നത് പോലെ അതിനുശേഷം എനിക്ക് കൂടുതൽ പഠിക്കാനൊരാഗ്രഹം വരെയും വാശി തോന്നുകയും അങ്ങനെ പഠിച്ചു. പിന്നെ എനിക്ക് കുറേ കൂടുതൽ എല്ലാവരും പറയുന്നത് പോലെ ചാലഞ്ചസ് നേരിടുന്നു എന്ന് പറയുന്ന പോലെ എനിക്കും ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഹെൽത്ത് പരമായിട്ടായാലും ഒരുപാട് ഇഷ്യൂസ് ഞാനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എക്സാം സമയത്തൊന്നും എനിക്ക് പഠിക്കാനൊന്നും പറ്റാതെ കുറേ ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തും എനിക്കും പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും അതെല്ലാം സാധിക്കും. മനസ്സിലൊരു ആത്മവിശ്വാസവും വേണം, പിന്നെ കണ്ടിന്യൂറ്റി വേണം. ഇടയ്ക്ക് വെച്ച് ഒരിക്കലും നമുക്ക് ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്തായാലും തളർന്നു പോകും. പക്ഷേ അടുത്ത ദിവസം നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റി വരും, അടുത്തൊരു എക്സാം വരികയാണ്. അപ്പോൾ അതിൽ വീണ്ടും നമ്മൾ തളർന്നു പോകാതെ വീണ്ടും അതിൽ നിന്നൊരു ശക്തി ഉൾക്കൊണ്ട് ഇനി ഇതെങ്കിലും എനിക്ക് ക്ലിയർ ചെയ്യണം, അവിടെ പറ്റിപ്പോയ മിസ്റ്റേക്ക് എന്താണെന്ന് കണ്ടെത്തി അത് തിരുത്തി പുതിയൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പം ഇതേ കണക്ട് ചെയ്തെന്ന് ചോദിക്കുകയാണ്, ഒരു മോട്ടിവേഷൻ ഫാക്ടർ, ശരിക്കും കീർത്തിയുടെ മോട്ടിവേഷൻ ഫാക്ടർ അതെന്തായിരുന്നു? മോട്ടിവേഷൻ ഫാക്ടർ ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഫാമിലി തന്നെയാണ്. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്നു. ഹസ്ബൻഡും ഗവൺമെന്റ് ജോബിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് കിട്ടും മുമ്പേ ഹസ്ബൻഡിന് ജോലിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വില എന്താണെന്ന് ഹസ്ബൻഡിന് അറിയാം, എത്രത്തോളം ബുദ്ധിമുട്ടിയാലാണ് കിട്ടുന്നതെന്നും അറിയാം. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. വെറുതെ പഠിക്കൂ നിങ്ങൾക്ക് സമയമുണ്ട് എന്ന് പറയുന്നതല്ല സപ്പോർട്ട്, അത് പ്രവർത്തിച്ചും കൂടെ കാണിക്കുന്നതിലാണ് കാര്യം. അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഒരിക്കലും എനിക്കായിട്ട് തന്നിട്ടേ ഇല്ല, എല്ലാം ഈക്വലിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൽ ജോലി ആയാലും എന്ത് കാര്യമായാലും ഇപ്പോൾ ഫങ്ഷൻസിന് പുറത്ത് പോകണം, അപ്പോൾ നമുക്ക് എക്സാം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതെല്ലാം ഹസ്ബൻഡ് അതിനെയൊക്കെ കറക്റ്റ് മാനേജ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. വീട്ടിലെ ജോലി ആയാലും ഫങ്ഷൻസിനെല്ലാം ഹസ്ബൻഡ് പോകും, അങ്ങനെയൊക്കെ പലതരത്തിലും സഹായിച്ചിട്ടുണ്ട്. പിന്നെ രാത്രി ആയാലും എൻ്റെ കൂടെ പഠിക്കാനായാലും കമ്പനിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് ഹസ്ബൻഡാണ്. പിന്നെ ഇതേപോലുള്ള അധ്യാപകരിൽ നിന്നും എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ PK സാറൊക്കെ ഇതേപോലെ സെക്രട്ടേറിയറ്റിലെ അന്ന് സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫ് ആയിരുന്നപ്പോഴാണ്
സാറ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഫ്രീ ആയിട്ടാണ് ക്ലാസ്, ഫ്രീ ക്ലാസ് ആയിരുന്നു, ഫ്രീ ക്ലാസ്. അപ്പോൾ സാറ് രാവിലെ 5:30 സാറ് ജോലിക്കും പോകുന്നതിനിടയിൽ സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി ഇത്ര എഫേർട്ട് എടുത്ത് പഠിപ്പിക്കുമ്പോൾ നമുക്കും അതിൽ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത കാണിക്കണമല്ലോ. സാർ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ ക്ലാസ്സും പഠിപ്പിക്കുമ്പോൾ നമുക്ക് അതെന്തായാലും അതിന് ഒന്ന് കേൾക്കണം, അത് പഠിച്ചാൽ കൊള്ളാം എന്നിങ്ങനെ തോന്നും. പിന്നെ സാറ് പറയും ഓരോ ആ ജോലിയുടെ ഗ്ലാമറസ് ജോബ്, പിന്നെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചും സാറ് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ എത്രത്തോളം പവർഫുള്ളാണ് ആ ജോലി എന്നൊക്കെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം എനിക്കൊരു മോട്ടിവേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ കല്യാണം PSC കൊടുത്തു, അപ്പം ഇത് രണ്ടും എങ്ങനെയാണ് ശരിക്കും ഈ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? കാരണം പലരും നമ്മളെ വിളിക്കുന്ന, ഇപ്പം നമ്മളൊരു മെൻറ്റർഷിപ്പ് ബാച്ച് PK ലേണിങ്സ് ഡിഗ്രി ലെവലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെൻറ്റർഷിപ്പ് ബാച്ചിലും വിളിക്കുന്ന കുട്ടികൾ പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കല്യാണം തൊട്ടടുത്ത് വരുവാണ്, എനിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലരും പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ശരിക്കും മാനേജ് ചെയ്തതെന്നൊന്ന് പറയാം. അത് ഞാൻ പറഞ്ഞു, ഈ കല്യാണവും ഈ PSC പഠിത്തവും തമ്മിൽ ഈ കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമേ ഇല്ല. കാരണം മാരേജ് കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞു ഈ ആഗ്രഹം കൂടുതൽ പേർക്ക് അത്യാവശ്യമായി മാറുന്നത്. നമ്മുടെ ഫാമിലി നമുക്കൊന്ന് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവണം എന്നൊക്കെ പറയണമെങ്കിൽ അതൊക്കെ ആ ചിന്തകൾ നമുക്ക് വരുന്നത് ഈ കല്യാണത്തിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഈ ആഗ്രഹം അത്യാവശ്യമായി തോന്നുകയും കൂടുതൽ ശക്തിയോടെ നമ്മൾ പഠിക്കുകയും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി സമയമെല്ലാം എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ സമയം നമ്മൾ തന്നെ കണ്ടെത്തണം, നമുക്ക് വേണ്ടി നമ്മളെ കാണുള്ളൂ. പിന്നെ പാർട്ട്നേഴ്സിൻ്റെയോട് പറയാനുള്ളത് കുറച്ച് ദിവസത്തേക്ക് എക്സാം വരെയെങ്കിലും കുറച്ച് സമയം ഒന്ന് അവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്താൽ പിന്നെ നമുക്ക് വളരെയധികം ബെനിഫിറ്റ്സാണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഫാമിലിയിലേക്ക് ഒരാൾ ഗവൺമെൻറ് സെർവൻ്റായിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് വരികയാണ് ഈ സപ്പോർട്ട് ചെയ്ത്. അപ്പോൾ ഒരു സമയം സാക്രിഫൈസ് ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു നഷ്ടബോധവും വിചാരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പഠിക്കൂ എന്ന് പറയുന്നതിനോടൊപ്പം അവർക്ക് വേണ്ടി സമയം കണ്ടെത്തി കൊടുക്കുകയും കൂടെ വേണം ഈ പാർട്ട്നേഴ്സ്. അതുപോലെ ഈ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, അവർ ഈ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസായിട്ട് മാത്രമേ എല്ലാവരും കണക്കാക്കുകയുള്ളൂ. നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. പിന്നെ നിങ്ങൾ പഠിച്ചിട്ട് നീ നേരത്തെ പഠിച്ചതല്ലേ, പിന്നെ എന്താ കിട്ടാത്തത് എന്നെല്ലാവരും കളിയാക്കേ ഉള്ളൂ. അതുകൊണ്ട് കൂടുതൽ ശക്തിയോടെ വാശിയോടെ നമ്മൾ പഠിച്ച് അവരെ പ്രൂവ് ചെയ്ത് കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം മാം പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ജോലിയില്ല എന്നൊരു ചോദ്യം അത്യാവശ്യം നേരിട്ടിട്ടുണ്ടെന്ന്. അപ്പം എങ്ങനെയാണ് ഇതിനെ ശരിക്കും ടാക്കിൾ ചെയ്തത്? അതെന്തായാലും ഞാൻ ഒരുപാട് നേരിട്ട്, കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ PG പഠിക്കുമ്പോൾ തന്നെ PSCക്ക് എനിക്ക് ഇഷ്ടം കൊണ്ട് ഞാൻ പോകുമായിരുന്നു ഈവനിങ് ക്ലാസ്സിലൊക്കെ. പക്ഷെ അങ്ങനെ പോകുന്നത് കൊണ്ട് അവർ നോക്കുമ്പോൾ ഇയർ കുറച്ചായി. അപ്പോൾ എന്നും പോകുന്നതല്ലാതെ റിസൾട്ടൊന്നും കിട്ടുന്നില്ല. അവരറിയുന്നില്ല ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊന്നും അവരറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അവർ ചോദിക്കും, അതിൽ നിന്ന് എന്തായാലും മാറാൻ പോകുന്നില്ല. പക്ഷെ അവർ നമ്മൾ ജോലി കിട്ടി കഴിയുമ്പോൾ അവർ ഈ ചോദിച്ചത് പോലും മറക്കും. പിന്നെ അവർ നമ്മുടെ വളരെയധികം അഭിമാനത്തോടെയാണ് അവർ പിന്നെ നമ്മളെ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയുന്നത്, അവരെല്ലാവരും മറക്കും. നമ്മുടെ സമൂഹത്തിലെ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ, പുതിയൊരു വിഷയം വരുമ്പോൾ പഴയ വിഷയം മറക്കും. ഇപ്പം ജോലി കിട്ടാത്ത ആളിന് നാളെ ജോലി കിട്ടി കഴിയുമ്പോൾ പിന്നെ അതിന് ശേഷമുള്ള വിശേഷങ്ങളായിരിക്കും ആൾക്കാർ തിരക്കാൻ തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് അതിനെ പേടിക്കേണ്ട കാര്യമായിട്ടൊന്നും കാര്യമില്ല. പിന്നെ അവർ പറയുന്നതിനെയും നമുക്ക് എന്തായിട്ടെടുക്കാം, വാശി പുറത്ത് അവരെ കാണിച്ചു കൊടുക്കണം. നമുക്ക് പഠിച്ച് നമുക്ക് എന്താണ് ഏബിളായിട്ടുള്ളത്, നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് നമുക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരം കൂടിയായിട്ട് അതിനെ കണക്കാക്കണമെന്നാണ്. അങ്ങനെയാണ് ശരിക്കും ആ ഒരു വാശിയുടെ പുറത്താണ് പഠിച്ച് ഇത്രയും റാങ്ക് ലിസ്റ്റുകളിൽ വന്നത് അല്ലേ? അപ്പോൾ ഈ കല്യാണം പോലെ തന്നെ പറയുന്ന വേറൊരു എക്സ്ക്യൂസാണ് ഈ കുട്ടികൾ, അതായത് കുഞ്ഞുങ്ങളായി ഇനി പഠിക്കാൻ സമയമില്ല, അവരെ പുറകെ ഓടണം, നടക്കണം, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ. ഈ ഒരു സിറ്റുവേഷൻ അതായത് മോൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മോൻ വന്നതിന് ശേഷം ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൽ കയറുമോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എനിക്ക് മോൻ ജനിച്ചപ്പോഴും ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് വന്നതും ഒരുമിച്ചായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴ സമയത്തായിരുന്നു ഞാൻ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് പഠിച്ചു തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ ഒരു 3 months നേരിടുന്ന കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതൊക്കെ എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കുട്ടികളെയൊന്നും ഒരു എക്സ്ക്യൂസായിട്ട് കണക്കാക്കാനൊന്നും കഴിയില്ല. കാരണം അത് നമ്മുടെ ഫാമിലിയാണ്, അവരും നമുക്ക് വേണം, രണ്ടും ഈക്വലി കാണണം, പഠിത്തവും വേണം കുട്ടികളും വേണം. അപ്പോൾ അതുകൊണ്ട് അവരെ
മാറ്റി നിർത്തിയിട്ട് പഠിക്കാനും ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ സമയം കണ്ടെത്തണം. അതുപോലെ ഫാമിലി അവരെ അതായത് നമുക്ക് പഠിക്കാനുള്ള സമയം കണ്ടെത്തി തന്നിട്ട് അവരെ ഫാമിലി നോക്കാനുള്ള, ഞാൻ പറഞ്ഞ കുറച്ച് സമയം സാക്രിഫൈസ് ചെയ്താൽ നമുക്ക് തന്നെയാണ് ബെനിഫിറ്റ്. അത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി ആ കുട്ടികളെ കുറച്ച് നേരത്തേക്ക് ഒന്ന് നോക്കുകയോ ആ അമ്മയെ സമാധാനത്തോടെ പഠിക്കാൻ അനുവദിക്കുകയൊക്കെ ചെയ്താൽ നല്ല കുറച്ചും കൂടെ കൂടുതൽ റിസൾട്ട് വരാൻ അത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പം ആദ്യം പറഞ്ഞൊരു പാഷൻ്റെ പുറത്താണ് പഠിച്ചു തുടങ്ങിയത്. ആ സമയത്ത് ഈവനിങ് ബാച്ചും ഒക്കെ പോയാൽ പഠിച്ചെന്ന് പറഞ്ഞു. അതിനുശേഷം പീക്കൽ എത്തുന്ന കാര്യവും പറഞ്ഞു. അപ്പോൾ പീക്കൽ എത്തിയതിന് ശേഷമുള്ള ഒരു വേഗതയും ഗതിയും ഒക്കെ എങ്ങനെയായിരുന്നു? ഓക്കെ, PK സാറിൻ്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷമാണ് എത്രത്തോളം കോമ്പറ്റീഷൻ ഉണ്ട്, നമ്മൾ പഠിക്കുന്നതൊന്നും ശരിയായ രീതിയിലല്ല എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് സാറിൻ്റെ ക്ലാസ്സിൽ കയറിയതിന് ശേഷമാണ്. അതായത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ പഠിക്കുമ്പോൾ റാങ്ക് ഫയൽ എടുത്ത് വെച്ച് ആർട്ടിക്കിൾ എത്ര, ഭാഗം എത്ര എന്നുള്ള ജസ്റ്റ് ഓൺ വേർഡായിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ സാറ് ഓരോന്നും ഡീറ്റെയിൽ, ഓരോ ആർട്ടിക്കിളിനും ഓരോ ഡെഫിനിഷനും അതിൻ്റെ പിന്നിലെ കഥയും ഹിസ്റ്ററിയും എല്ലാം സാറ് നമുക്ക് പറഞ്ഞു തരുമായിരുന്നു. കൺസെപ്ച്വലായിട്ട് എന്താണെന്ന് ക്ലിയർ ആയിട്ട് സാറ് പറഞ്ഞു തരുമായിരുന്നു, ഡീപ്പായിട്ട് പറഞ്ഞു തരുമായിരുന്നു. കാരണം ആ ഒരു രീതിയിലൂടെ പഠിച്ചാൽ മാത്രമേ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, വൺ വേർഡ് ഒക്കെ PSC മാറ്റി. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രാക്ക് ചെയ്യാനൊക്കെ സഹായിച്ചത് സാറിൻ്റെ ആ ഒരു മോട്ടിവേഷൻ സ്പീച്ചും സാറിൻ്റെ ഈ ക്ലാസ്സും സാർ എടുക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത് നമുക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും. സാറിൻ്റെ വോയിസ് ആയാലും അങ്ങനെയാണ്. പെട്ടെന്ന് ഞാൻ കൂടുതലും സാറിൻ്റെ ക്ലാസ്സസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്ത് കേട്ടാണ് പഠിച്ചത്. ഇപ്പോൾ വീട്ടമ്മമാരായിട്ടുള്ള വിദ്യാർത്ഥികൾ അവർ പ്രത്യേകിച്ചും പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ PKയിലെ V ഫാക്ടറാണ് വീണ മേഡത്തെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഞാനും വീണ മേഡത്തിൻ്റെ ഗ്രൂപ്പ് സ്റ്റഡിയിലെ ഒരു മെമ്പറായിരുന്നു. അപ്പോൾ എനിക്ക് ആ മേഡത്തെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതേപോലെ കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് തന്നെയാണ് മേഡവും പഠിച്ചത്. ഒരു വീട്ടമ്മയാണ്, കുഞ്ഞിനെ ഇട്ടിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്വന്തമായിട്ട് പഠിക്കുന്നതിനോടൊപ്പം ബാക്കിയുള്ളവർക്കും കൂടെ പറഞ്ഞു തരാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടായിരുന്നു. അതും ഫ്രീ ആയിട്ട് കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. നന്നായിട്ട് മനസ്സിലാവും. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിരുന്നു ആൾ. കാരണം രാത്രിയും രാവിലെയും ഒക്കെ ഇതിന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ച ഒരു വ്യക്തിയാണ് വീണ മേഡം. അപ്പോൾ ആ ഗ്രൂപ്പിൽ ചെല്ലുമ്പോഴും എനിക്ക് മനസ്സിലാവും കേരളം മൊത്തമുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിൽ കാണും. അപ്പോൾ ഏത് ലെവലിലായി കോമ്പറ്റീഷൻ എന്ന് മനസ്സിലാക്കാൻ ആ ഗ്രൂപ്പ് സഹായിച്ചു. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായതും പിന്നെ കൂടുതലായിട്ട് ഇതിന് വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് തുടങ്ങിയത്. സെക്രട്ടേറിയറ്റിൽ ഒരു ജോലി എന്നത് ഇത് ശരിക്കും എല്ലാ ഒരു ഉദ്യോഗാർത്ഥികളുടെ ഒരു സ്വപ്നമാണ്. എന്നാണ് കീർത്തി ഈ ഒരു സ്വപ്നം കണ്ടു തുടങ്ങുന്നത്? ഓക്കെ, സെക്രട്ടേറിയറ്റ് ഞാൻ എൻ്റെ നാട് തിരുവനന്തപുരം തന്നെയാണ്. അപ്പോൾ സെക്രട്ടേറിയറ്റ് പരിസരം എന്തായാലും ഈ സിറ്റിയിൽ വരുമ്പോഴൊക്കെ കാണും. അപ്പോൾ ഇവിടെ ഒന്ന് കയറാൻ പറ്റിയാൽ അതൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ ആദ്യം കണക്കാക്കിയത്. കാരണം അവിടെ കയറണമെങ്കിൽ തന്നെ നമ്മൾ ID കാർഡ് എല്ലാം കാണിക്കണം, കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ നമുക്ക് എന്ന് കയറാൻ പറ്റും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കുണ്ടായ അനുഭവം, ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് മാത്രമായിട്ടുള്ള ഒരു എക്സാം എന്നാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മാത്രമല്ല, PSCയിലും ഓഡിറ്റിലും പിന്നെ നിയമസഭ, AG ഓഫീസ് എല്ലാവർക്കും കൂടെ ഉള്ള ഒരൊറ്റ എക്സാമാണ് ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന കോമൺ ആയിട്ട് അറിയപ്പെടുന്ന എക്സാം. ഓഡിറ്റർ എന്നാണ് എക്സാം. പക്ഷെ എനിക്ക് ആദ്യം കിട്ടിയത് ഓഡിറ്റിലായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം എഴുതിയ സെക്രട്ടേറിയറ്റിൽ തന്നെ കിട്ടും എന്ന് നമുക്ക് ആദ്യം നമ്മൾ വിചാരിച്ച സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, അപ്പോൾ സെക്രട്ടേറിയറ്റിൽ പോകാം. അങ്ങനെ ആരും ആദ്യമേ തെറ്റിദ്ധരിക്കരുത്. എനിക്ക് ആദ്യം കിട്ടിയത് ഓഡിറ്റിലായിരുന്നു. പിന്നെ വേറെ ജില്ലക്കാർക്ക് വേറെ ജില്ലയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു അവസരവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്, മ്യൂച്വൽ ട്രാൻസ്ഫർ. അങ്ങനെ ആ മ്യൂച്വൽ ട്രാൻസ്ഫർ സിസ്റ്റം വഴിയാണ് ഞാൻ പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് പോയതും പകരം അവിടെ ഉള്ള ഒരാൾ കണ്ണൂരുകാരൻ തിരിച്ച് ഓഡിറ്റിലേക്ക് വന്നത്. അതുകൊണ്ട് ഇവിടെ വേണോ പോസിബിലിറ്റി ഉണ്ട്. പിന്നെ വേറെ ജില്ലക്കാർക്ക് അവരുടെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റ്, PSC തുടങ്ങിയ ഓഫീസുകളിലൊക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ സെക്രട്ടേറിയറ്റ് ഇത്രയും വളരെയധികം ആഗ്രഹിച്ചിരുന്നൊരു ജോലി എന്ന് പറഞ്ഞു. ഈ ഒരു നിമിഷം ഒന്ന് ഓർത്തെടുക്കാമോ? അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ റാങ്ക് എന്നുള്ളത് ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുന്ന റാങ്ക് ആണോ അല്ലയോ എന്നുള്ളത് ലിസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്കൊരു ഭയങ്കരമായ സന്തോഷമായിരിക്കും. ഇത്രയും നല്ല റാങ്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അഡ്വൈസ്. പക്ഷേ എനിക്ക് അത്രയും നല്ല റാങ്ക് അല്ലായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ഹെൽത്ത് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായത് കൊണ്ട് അത്രയും നല്ല റാങ്ക് അല്ല. 202. ഞാൻ ഒരു
ലിസ്റ്റ് വന്ന് 1 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കയറാൻ പറ്റിയത്. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ നന്നായിട്ട് ആഞ്ഞ് ശ്രമിച്ചാൽ, പഠിക്കുന്നത് റിവൈസ് ചെയ്ത് പഠിച്ചാൽ ഈ ഒരു ടൈം ഗ്യാപ്പ് പോലും ഇല്ലാതെ ആദ്യത്തെ അഡ്വൈസിൽ തന്നെ പോകാൻ പറ്റും. അപ്പം പെട്ടെന്ന് എത്രയും വേഗം കയറണമെങ്കിൽ നന്നായിട്ട് പഠിക്കുക. അതായത് ലിസ്റ്റിൽ കയറുക എന്നുള്ള ഉദ്ദേശത്തോടെ അല്ല, നല്ല റാങ്കോടെ പാസ്സാവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വേണം പഠിക്കാൻ. അപ്പോൾ ഈ ഓരോ ഉദ്യോഗാർത്ഥികളും പറഞ്ഞൊരു കാര്യമാണ് അവരെ പഠന സ്ട്രാറ്റജി. ഇപ്പോൾ പലർക്കും അത് പല രീതിയിലായിരിക്കും, വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ മാഡം ഫോളോ ചെയ്ത ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഫോളോ ചെയ്ത ബുക്സ് ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, ഞാൻ മലയാളം, ഇംഗ്ലീഷ് തുടങ്ങി അങ്ങനെയുള്ള അതിനെല്ലാം ഞാൻ യൂസ് ചെയ്തത് ലളിതം പബ്ലിക്കേഷൻ്റെ ബുക്കാണ്. അതും ഈ ടെലിഗ്രാം ചാനലിൽ കൂടെയാണ് എനിക്ക് ഫ്രണ്ട്സ് പറഞ്ഞു തന്നത് മുഖാന്തരമാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന്, കാരണം 1 വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. കാരണം ഡെയിലി തന്നെ ഒരു 15 മിനിറ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ നമ്മളറിയാതെ തന്നെ അതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് ബൈ ഹാർട്ട് ആയിക്കോളും. അതുപോലെ കറണ്ട് അഫെയർസ് ഡെയിലി നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 15 to അരമണിക്കൂർ മാറ്റി വെച്ചേ പറ്റുള്ളൂ. കാരണം പത്രം വായിക്കാതെ കറണ്ട് അഫെയർസ് കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കും ലാസ്റ്റ് എക്സാം അടുപ്പിച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഒന്ന് വായിച്ചിട്ട് പോയാൽ കിട്ടും. പക്ഷെ അങ്ങനെ കിട്ടില്ല. ഇപ്പോൾ ഡെയിലി നമ്മൾ പത്രം വായിക്കണം. കാരണം ഇവിടെ നിന്ന് വേണോ അവർക്ക് ചോദിക്കാം. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ഉള്ളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ കാര്യങ്ങൾ എക്സാം അടുപ്പിച്ച് പഠിക്കാതെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. കാരണം റിവൈസ് ചെയ്ത് വന്നാലേ നമുക്ക് എക്സാം സമയത്ത് അതെല്ലാം നമ്മുടെ ഓർമ്മയിലേക്ക് വരുള്ളൂ. നമ്മളെല്ലാവരും മറക്കും, അത് ഉറപ്പാണ്. മറക്കും എന്നുള്ളത് അതിനാരും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. മറന്നു എന്തായാലും ഒരിക്കൽ പഠിച്ച 2ാമത്തെ പ്രാവശ്യം നമ്മളത് മറന്നിരിക്കും. പിന്നെ 3ാമത്തെ പ്രാവശ്യം അതിൻ്റെ ഒരു 30% കൂടെ കിട്ടും. അങ്ങനെ 4, 5 എത്രത്തോളം റിവൈസ് ചെയ്യാമോ അത്രത്തോളം റിവൈസ് ചെയ്യണമെന്നാണ് പറയാനുള്ളത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഹോൾഡർ, എന്നോടൊപ്പം വീട്ടമ്മ, പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. പിന്നെ ഇനി അടുത്ത ഒരു സ്റ്റെപ്പ് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാം? ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം പഠിച്ച് കയറി. അത് ഞാൻ ആഗ്രഹിച്ച് നേടിയത് തന്നെയാണ്, വളരെ ആഗ്രഹിച്ച ഒരു പോസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഈ സർവീസിൽ എനിക്കിപ്പോൾ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്ക് ജനങ്ങളുമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഇടപെടാനും പല കാര്യങ്ങളും നമ്മൾ കാരണം സംഭവിക്കുന്നു, അതിൻ്റെ പാർട്ടാകാൻ പറ്റുന്നു, ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നു എന്നുള്ളതിൽ എനിക്ക് ഒരു അഭിമാനമാണ്. കാരണം പല സർക്കാർ ഉത്തരവുകളും നമ്മൾ വഴിയാണല്ലോ, നമ്മൾ നോട്ട് എഴുതിയാണല്ലോ അതെല്ലാം ചലിക്കുന്നതെന്ന് ഓർക്കുമ്പോഴൊക്കെ സന്തോഷമാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് മോനുണ്ടായി, മോൻ ചെറുതാണ്, അപ്പോൾ അവനെ നോക്കണം. അപ്പോൾ ഫാമിലിയോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് ഇപ്പോൾ ഞാൻ. ഈ ട്രാൻസ്ഫറിന്റെ ശല്യം ഇല്ലാത്തതുകൊണ്ട് കുട്ടികളെ അവിടെ ഏത് സ്കൂളിൽ ചേർന്നുള്ള ടെൻഷനും വേണ്ട. അതൊന്നും വേണ്ട. അപ്പോൾ ഇന്ന് സക്സസ് സ്റ്റോറിയിൽ നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച്, അതുപോലെ വീട്ടമ്മമാർക്കും ഇപ്പോൾ ഉള്ള ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ എങ്ങനെ പഠിക്കണം, എന്തുകൊണ്ട് പഠിക്കണം എന്നൊക്കെ. കാരണം ഉദ്യോഗാർത്ഥികൾ, പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള ഉദ്യോഗാർത്ഥികളും വീട്ടമ്മമാരും ഒക്കെ നേരിടുന്നൊരു പ്രശ്നമാണ് അല്ലേ, പഠിക്കാൻ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് പഠിച്ചുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്താണ്. അപ്പോൾ ഇതിലെല്ലാം ഒരു വ്യക്തത വരുത്തി നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു വിഷനും മോട്ടിവേഷനും ഒക്കെ നൽകിയത് സെക്രട്ടേറിയറ്റിലെ നിലവിൽ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന കീർത്തി LS ആണ്. മാം, താങ്ക് യു. ഇന്ന് നമ്മളോടൊപ്പം സക്സസ് സ്റ്റോറിയിൽ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തിയത് സെക്രട്ടേറിയറ്റിൽ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്ന കീർത്തി LS ആണ്. വിവാഹവും കുട്ടികളും PSC പഠനത്തിൽ ഒരു തടസ്സമാണെന്ന് കാണുന്ന പുതിയ ഉദ്യോഗാർത്ഥികൾക്കിടയിൽ ഒരു പ്രചോദനമാണ് കീർത്തിയുടെ ജീവിതവും അതിലൂടെ നേടിയ ആ വിജയവും. നിങ്ങളും ഇത്തരത്തിലൊരു വിജയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ PK ലേണിങ്സിൻ്റെ ഭാഗമാകും. ലെറ്റ്സ് ക്രാഫ്റ്റ് യുവർ ഫ്യൂച്ചർ വിത്ത് PK ലേണിങ്സ്.